ആരോഗ്യ വകുപ്പിൽ നിന്നും വിരമിച്ചവരുടെ കൂട്ടായ്മയായ സ്നേഹകൂട്ടായ്മ പുതുവത്സരാഘോഷം നടത്തി. വിവിധ പരിപാടികൾ ശ്രദ്ധേയമായി. ആരോഗ്യ വകുപ്പിൽ നിന്നും വിരമിച്ചവരുടെ സ്നേഹ സദസ്സ് സ്നേഹകൂട്ടായ്മ പുതുവത്സര ദിനം ആഘോഷിച്ചു. റിട്ടയർഡ് DMO E. മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷേ വന്നപ്പോഴേക്കും വളരെ സന്തോഷമായി. കുറേ ആൾക്കാരെ ഒന്നിച്ച് ജോലി ചെയ്തവരെ കണ്ടുമുട്ടാനും ചിരിക്കാനും സംസാരിക്കാനും എല്ലാവരും കിട്ടിയില്ല. പിന്നെ ഒരു മുഹൂർത്തം വന്നതിൽ വളരെ സന്തോഷം. അതിന് പ്രത്യേകിച്ച് രാമേന്ദ്രന് നന്ദി പറയുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കൂടുമ്പോഴെല്ലാം രാമേന്ദ്രൻ വിളിക്കാറുണ്ട്. ഞാൻ ഇപ്പോൾ പല തിരക്കുകളിൽ വരാൻ പറ്റുന്നുണ്ടായിട്ടില്ല. ഇന്ന് ഇവിടെ തന്നെ അടുത്ത് തന്നെ അവിടെ വലിയ തിരക്കൊന്നുമില്ല. സമയം കിട്ടിയാൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചപ്പോൾ ഞാൻ വന്നു എന്നുള്ളൂ. ഇതിൻ്റെ ഉദ്ദേശം എന്തെന്നോ ഒന്നും എനിക്ക് മുൻകൂട്ടി അറിയുന്നുണ്ടായില്ല. ഇപ്പോഴെന്തോ സ്വാഗത പ്രസംഗത്തിൽ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. ഓക്കെ, വളരെ നല്ലതാണ്. ഒരു സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നത് എപ്പോഴും നമുക്ക് നല്ല ഇതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് കുറേ സൗഹൃദങ്ങളൊക്കെ അതിലൂടെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ പേര് തന്നെ മറക്കുന്ന ഒരു ലക്ഷണമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് പേര് അതിൻ്റെ മേലെയുള്ളത് കൊണ്ട് ഇതിൻ്റെ ആളെന്ന് ഇപ്പോഴും ഇങ്ങനെ ഓർത്തു വെക്കാൻ വളരെ എളുപ്പമാണ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ചെയർമാൻ വിനോദ് കുമാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. KV സുശീല അധ്യക്ഷത വഹിച്ചു. M. രാമചന്ദ്ര സ്വാഗതം പറഞ്ഞു. തുടർന്ന് കേക്ക് മുറിച്ച് ആഘോഷം പങ്കുവച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. ഗിരിജ, ഹേമലത എന്നീ ജീവനക്കാരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.